വിഷുവിന് 10 മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അതിനായി ഒരു ബൗളിലോട്ട് 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് ഗോതമ്പ് മാവ്, 2 ടേബിൾ സ്പൂൺ റവ, ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. തേങ്ങാക്കൊത്ത് ഏതാണ്ടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 2 ചെറുപഴം, കുറച്ച് പഞ്ചസാര, ഏലം പൊടിച്ചത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ച് മാറ്റി വയ്ക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് 300 ഗ്രാം ശർക്കര 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ശർക്കര നന്നായിട്ടും തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ അരിച്ച് മാവിൻ്റെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു തിക്ക് ബാറ്ററാക്കി എടുക്കുക. കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ലാസ്റ്റ് ഒരു നുള്ളു സോഡാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഒത്തിരി ലൂസാവാനും പാടില്ല, എന്നാൽ ഒത്തിരി കട്ടിയാവാനും പാടില്ല. ഉണ്ണിയപ്പം ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു സൈഡ് റെഡിയായതിനു ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടെടുക്കുക. 2 സൈഡും നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതുപോലെ ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് എടുക്കുക. സ്വാദേറിയ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ ചേർത്ത എള്ളും തേങ്ങാക്കൊത്തൊക്കെ കഴിക്കാനും കൂടി കിട്ടും. വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്